ഒന്ന് ഫ്യൂസ് കുത്തി. ഇതാണ് സാധാരണ സംവിധാനം. അല്ലാതെ ഫ്യൂസ് ഊരാൻ വരുന്ന ഉദ്യോഗസ്ഥനെ ഇടിക്കുക, അയാൾ അസഭ്യം പറയും, ഇതൊന്നും ആരും ചെയ്യാറില്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം. അത് പോട്ടെ. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ KSEB ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്നതൊന്നും മര്യാദയല്ല. നാടകീയ രംഗങ്ങൾ തിരുവമ്പാടി ഉള്ളാട്ടിൽ UC അജ്മലിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഭീഷണിയുണ്ട് എന്ന് തിരുവമ്പാടി KSEB ഓഫീസ് ജീവനക്കാർ. ജീവൻ സംരക്ഷിക്കാനും സുരക്ഷിതമായി തൊഴിലെടുക്കാനുമുള്ള സാഹചര്യം വേണം. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ വീട്ടിൽ നിന്ന് മലിനജലം കൊണ്ടുവന്ന് AEയുടെ തലയിൽ ഒഴിച്ചെന്നാണ് ആരോപണം. കോഴിക്കോട് തിരുവമ്പാടിയിലെ തിരുവമ്പാടി KSEBയും അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അജ്മലും തമ്മിലുള്ള വിഷയം കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ മാധ്യമത്തിലൂടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അജ്മലിന്റെ വീട്ടിൽ കയറി KSEB അജ്മലിന്റെ വൈദ്യുതി വിച്ഛേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മീഡിയയിലൂടെയൊക്കെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ കരണ്ട് പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ അവർ മെഴുകുതിരിയും കത്തിച്ചിട്ട് ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ നല്ലതാണ്. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ മുന്നേ ഉണ്ടായ കാരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. അതായത് ഈ അജ്മൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ KSEBയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ KSEB പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് കഴിഞ്ഞ മാസവും അതിൻ്റെ ഒരു 2 മാസം മുന്നേയും അടക്കം ഈ അജ്മലിൻ്റെ വീട്ടിൽ കരണ്ടിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഈ ജീവനക്കാരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് KSEB പറയുന്നത്. പക്ഷെ ആ ഒരു വാദങ്ങളൊന്നും മാധ്യമങ്ങൾ ഒരു തരത്തിലും പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. മാധ്യമങ്ങൾ കൃത്യമായിട്ട് തന്നെ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമുക്ക് നിഷ്പക്ഷമായ വാർത്തകളാണ് ഈ മാധ്യമങ്ങൾ തരേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പല രാഷ്ട്രീയങ്ങളുണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയത്തിനുപരി നമ്മൾ സത്യസന്ധമായ വാർത്തകളാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാണ്ട് ഒരു ഭാഗം മാത്രം നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ സത്യസന്ധത മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ KSEBിനെ സംബന്ധിച്ചിട്ട് പറയാം, നമ്മളെ വീട്ടിലെ എല്ലാവർക്കും അനുഭവങ്ങളുണ്ടാവും. നമ്മുടെ വീടുകളിൽ ഇപ്പം കറണ്ട് ബില്ലിൻ്റെ ഇത് അടക്കേണ്ട അവസാന ഡേറ്റ് കഴിഞ്ഞാൽ, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ KSEB ജീവനക്കാർ വന്നിട്ട് ഫ്യൂസ് ഊരുന്നൊരു സംഭവമുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും സംഭവം നടന്നിട്ടുണ്ടാവും. ചിലപ്പം അവർ ഫ്യൂസ് ഊരുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ അടച്ചിട്ട് അതിൻ്റെ റെസീറ്റ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് പോയി അടച്ചിട്ട് അത് കാണിച്ചാലും മതി. അപ്പോൾ കാണിച്ച് അപ്പോൾ തന്നെ അവിടെ ഫീസ് അവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ആ KSEB ഊരാൻ വരുന്ന KSEB ഉദ്യോഗസ്ഥനെ തള്ളുകയോ കഴുത്തിന് പിടിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അവർ പോലീസ് കേസിലേക്ക് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് കേസ് ഉണ്ടാവും. ഇതാണ് ഈ അജ്മലിന്റെ വീട്ടിൽ സംഭവിച്ചത്. അജ്മലിന്റെ വീട്ടിൽ വന്നിട്ട് ഫീസ് ഊരുന്ന സമയത്ത് ആ ഒരു ഉദ്യോഗസ്ഥനെ കോളർ പിടിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്തു എന്നാണ് KSEB ജീവനക്കാരുടെ വാദം. അപ്പോൾ ആ ജീവനക്കാർ നേരെ പോയിട്ട് പരാതി കൊടുക്കുകയാണ് പോലീസിൽ. അപ്പോൾ പോലീസിന് കൃത്യമായിട്ട് FIR ഇട്ട് ആ അജ്മലിനെയും അവരുടെ സഹോദരനെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ആണ് പിന്നെ ഉപ്പയും ഉമ്മയും അടക്കം ആ വീട്ടിൽ നിന്ന് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ചാൽ പിന്നെ ഈ ആദ്യത്തെ നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കേസ് എടുത്ത പാട് തന്നെ അജ്മൽ വീട്ടിനുള്ളിലെ മലിനജലം, അതായത് മോശം വെള്ളം, കലക്കും വെള്ളം പാത്രത്തിലാക്കിയിട്ട് നേരെ പോയി KSEB ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ തലയിലൂടെ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പം ആ ഉദ്യോഗസ്ഥന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ മേലെ കൂടെ ഫുള്ള് പിന്നെ കച്ചട വെള്ളം ഇങ്ങനെ ഒഴിച്ച ഒരു കാര്യമൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം KSEBിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ അടിച്ച് നിരത്തിയ ഒരു വീഡിയോ ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പോലീസ് പരിശോധിക്കട്ടെ. അതിപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറമെ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ, പ്രാദേശിക നേതാവായതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് കൃത്യമായ സമരം സംഘടിപ്പിക്കുകയാണ്. ആ സമരം സംഘടിപ്പിക്കുന്നതോടുകൂടിയാണ് അത് KSEBക്കെതിരെയും സർക്കാരിനെതിരെയും ഉള്ള വാർത്തയായതുകൊണ്ട് മുഴുവൻ മാധ്യമങ്ങൾ, അതായത് ഏഷ്യാനെറ്റ്, ന്യൂസ് 18, അതേപോലെ തന്നെ പിന്നെ റിപ്പോർട്ടർ ചാനൽ 24, എല്ലാ മീഡിയക്കും അത് ഒരു വലിയൊരു വാർത്തയായിട്ട് അവർ മാതാവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നു, പിന്നെ ഉപ്പേൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നു, കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നു. അപ്പോൾ നിലവിൽ KSEBയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ അവർക്കെതിരെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഓഫീസ് കിടക്കുകയും അവരുടെ ജീവനക്കാരുടെ തലയിലൂടെ
പിന്നെ മലിനജലം ഒഴിക്കുകയൊക്കെ ചെയ്ത അജ്മൽ എന്ന ഒരാളെ വീട്ടിന്റെ വൈദ്യുതി ഇവർ പോയിട്ട് വിച്ഛേദിക്കുകയാണ് ചെയ്തത്. അത് ശരിയെന്നല്ല. അത് പറഞ്ഞെന്താന്ന് വെച്ചാൽ അവര് ഈ ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ വീടിനുള്ളിൽ കയറിയിട്ടല്ല, പുറത്തെ ലൈനിൽ നിന്ന് ഫീസ് ഊരിയിട്ട് അവിടുത്തെ കറന്റ് വിച്ഛേദിക്കുകയാണ് ചെയ്തത്. ആ വിച്ഛേദിച്ചതിന്റെ ഭാഗമായിട്ടാണ് അച്ഛനും അമ്മയും അടക്കം, അജ്മലിന്റെ അച്ഛനും അമ്മയും അടക്കം അവർ മെഴുകുതിരി കത്തിച്ചൊക്കെ പ്രതിഷേധം നടത്തിയത്. അപ്പം യൂത്ത് കോൺഗ്രസ് അടക്കം പ്രതിഷേധം നടത്തുകയാണ്. ഈ മാധ്യമങ്ങളൊക്കെ അജ്മലിന്റെ ഭാഗത്ത് നിന്നിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളിപ്പം ഒരു KSEB എന്നല്ല ഏതൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് അടിച്ചു നടക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ തലയിലോട്ട് വെള്ളമൊഴിക്കുകയും ചെയ്ത എനിക്ക് സപ്പോർട്ടായിട്ടാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത്. ഇപ്പം ഇങ്ങനെ പോയാലേ നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച എന്തായിരിക്കും? അപ്പം നിയമത്തിനെ കൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ മീഡിയ ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് രണ്ട് വശവും പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ രണ്ട് വശവും നോക്കി ആ ഒരു കാര്യത്തിൽ വലിയൊരു വാർത്തയായിട്ട് കൊടുത്ത് വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അത് അവർ തമ്മിലുണ്ടായ രണ്ട് ഭാഗത്തും ഉണ്ടായ ഒരു വിഷയമാണ്. അപ്പോൾ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മീഡിയ ചെയ്തതെന്നാണ്. ഇപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ചർച്ച അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ചയിൽ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ അറിയാം, ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രീ ജയശങ്കർ ചാനൽ ചർച്ചയിൽ പോയാൽ തന്നെ കാര്യം കൃത്യമായിട്ട് ഒരു സർക്കാർ വിരുദ്ധ കാര്യങ്ങളൊക്കെയാണ് പറയല്. സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ആ ചാനലിന്റെ കൃത്യമായിട്ട് ന്യൂസ് അവർ തുടങ്ങിയാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ജയശങ്കറോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ജയശങ്കർ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ജയശങ്കർ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. അയാൾ വീട്ടിലും ഫീസ് ഊരിയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ആക്രമിച്ചതിനെതിരെയാണ്, അജ്മലിനെതിരെയാണ് അയാൾ പറഞ്ഞത്. അയാൾ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും വളരെ മോശം രീതിയിൽ, മോശം എന്ന് വെച്ചാൽ മോശം പ്രവൃത്തിയാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു കാര്യം നമുക്ക് കേൾക്കാം. എൻ്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് ഊരിയ സപ്പോർട്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് കോടതിയിൽ നിൽക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ വന്ന് ഫ്യൂസ് ഊരി. അത് ഇവിടെ ജോലിക്ക് തരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു. അവർ എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ കറണ്ടിന് ഫ്യൂസ് ഊരി, പണം അടച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ വന്നപ്പോൾ പോയിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി. ലൈൻമാരെ വിളിച്ചുകൊണ്ട് ലൈൻമാൻ അപ്പം തന്നെ ഒന്ന് ഫ്യൂസ് കുത്തി. ഇതാണ് സാധാരണ സംവിധാനം. അല്ലാതെ ഫ്യൂസ് ഊരാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇടിക്കുക, അയാൾ അസഭ്യം പറയുന്നൊന്നും ആരും ചെയ്യാറില്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം. അത് പോട്ടെ. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ KSEB ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്നതൊന്നും മര്യാദയല്ല. അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ രണ്ട് കാലിൽ നടന്ന് വീട്ടിലെത്തിയത്. അല്ലെങ്കിൽ ഇവരെ ചുമരോട് ചേർത്തിട്ട് നല്ല ഇടിവെച്ച് കൊടുക്കും. KSEBയിലെ ഭൂരിപക്ഷം ജോലിക്കാർ ഞാൻ മനസ്സിലാക്കി കൊടുത്തു CITUകാരൻ. അവരങ്ങനെ ഗാന്ധിയന്മാരൊന്നുമല്ല, നല്ല അസ്ഥൽ ഇടിവെച്ച് കൊടുക്കും. ചുമരോട് ചേർത്ത് നല്ല ഇടിവെക്കും. ഏതായാലും മാനന്തവാടിയിലെ KSEBക്കാർ സത്യസന്ധരും സൽഗുണ സമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ അവസാനിച്ചത്. അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും കുറെ മാധ്യമ പ്രവർത്തകരുമാണ്. ആരാധന പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ദേവോദ്രവിപ്പിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് തോന്നിവാസമാണ്. അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവൃത്തിയാണ് ഇത്. എന്താണ് ഇത്? ഇവർ ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കറണ്ട് കൊടുക്കേണ്ടതെന്ന് പറ്റും. ഞാൻ ബിജു പ്രഭാകർ അഭിനന്ദിക്കുകയാണ്, മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കുകയാണ്. രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടുണ്ടായിട്ടല്ല, രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളതുകൊണ്ടല്ല. ഇതൊക്കെ തോന്നിവാസമാണ്. ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്. അയാളുടെ വീട്ടിൽ 11 കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ ആളൊന്നുമല്ല. അപ്പോൾ അതിന്റെ ഹുങ്കാണ് അയാൾക്ക്. അയാളുടെ പിതാവിനോട് എന്ന് പറഞ്ഞത് എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, എന്റെ മക്കൾ മാന്യന്മാരാണ്, യോഗ്യമാരാണ്, എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ, ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഇത് അയ്യാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കുന്നില്ലേ? നിങ്ങൾ എത്ര നേരം ഇത് തുടങ്ങിയിട്ട്? ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ? അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസ് ഊരി. എന്ത് ഫ്യൂസ്? ഇത് അവിടെ കറണ്ടിൽ അടുത്ത വീട്ടിൽ പോയിരിക്കണം. അതാണ് ചെയ്യേണ്ടത്, ഫ്യൂസ് കുത്തുന്നവരെ. ഇവർ ചെയ്ത തോന്നിവാസത്തെ ഇവിടുത്തെ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം കൂടി ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ്. ഇവർ ഇന്ത്യൻ പീനൽ കോഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിക്രമിച്ച് കയറിയത്? ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത്? അതിന് അവർക്ക് അവിടെ നിന്ന് അവകാശം കിട്ടിയത്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർ അവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള തെറ്റുണ്ട്. 31-ാം തീയതി ശമ്പളം മേടിക്കുന്നുള്ള തെറ്റ് അവർ ചെയ്യുന്നുണ്ട്. എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും പാത്രമാകാനായിട്ട് അവരെന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ കേട്ടല്ലോ, ജയശങ്കർ പറഞ്ഞത് ഒരു പോയിന്റാണ്. അപ്പോൾ വെച്ചാൽ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ സർക്കാർ ചെയ്യുന്ന കാര്യത്തിനൊക്കെ എതിരഭിപ്രായമുള്ള കുറെ ആൾക്കാരാണ്. കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സർക്കാരിനെതിരെ പറയണം. പക്ഷെ സർക്കാർ ചെയ്തത് എല്ലാം കുറ്റം, അല്ലെങ്കിൽ സർക്കാർ ഒന്നും ചെയ്യേണ്ട, അല്ല ചെയ്തത് എല്ലാം കുറ്റം എന്ന രീതിയിൽ ഒരു വലിയ രൂപത്തിൽ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഒന്നടങ്കം ഒരു സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം റോഡിന്റെ വിഷയങ്ങൾ, മറ്റ് കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ കുറേ ഭാഗം നടന്നു വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ
അതിന് വലിയ പർവ്വതീകരിച്ച് കാണിക്കുന്നത്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കാതെ മാധ്യമങ്ങൾ കൃത്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. അതിന് അവർക്ക് കൃത്യമായ തുക കിട്ടുന്നുണ്ടാവും, അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ രണ്ടു വശവും കാണണം. വെറും മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഒരു അഭിപ്രായവും നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വിഷയം തന്നെ ഒരു ഉദാഹരണമാണ്. ഇപ്പം ഇന്നത്തെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ വാർത്തയിൽ KSEB ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് തന്നെ ഇന്നലെ തന്നെ രാത്രി തന്നെ നമ്മൾ ഈ വിഷയത്തിൽ കരണ്ട് പുനഃസ്ഥാപിച്ചു. അപ്പോൾ ആ പുനഃസ്ഥാപിക്കുന്ന ഉദ്യോഗസ്ഥർ വന്ന് പുനഃസ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വലിയ രൂപത്തിലൊരു എന്താ പറയുക സമരത്തിൻ്റെ വിജയം, അതേപോലെ അങ്ങനെ സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് വലിയൊരു ആവേശം പ്രകടനമൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ KSEB ജീവനക്കാരെ പോയിട്ട് ഈ ഒരു മലിനജലം ഒഴിക്കുകയും അവിടുത്തെ സാമഗ്രികളെ തട്ടിച്ച് നടക്കുകയും ചെയ്യണം. കാരണം അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ തന്നെയുള്ള മാധ്യമങ്ങളൊക്കെ അവർ ആ സപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ദോഷമാണ് ഉണ്ടാകുക. കാരണം നാളെ ഇപ്പം എൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ ഞാൻ നാളെ നേരെ പോയിട്ട് KSEB ഓഫീസ് അടിച്ചു കൊടുക്കുക, അവിടുത്തെ ജീവനക്കാരന് 2 അടി അടിച്ചു കൊടുത്താൽ ഒന്നുമില്ല, ഒരു കേസ് വന്നും ഓക്കെ. പക്ഷെ മാധ്യമങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ടാണ് തരുന്നത്. അപ്പം എൻ്റെ മനസ്സിലുണ്ടാവും മാധ്യമങ്ങളൊന്നും എന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കില്ലല്ലോ, എനിക്ക് വീരപരിവേഷമല്ലായിരുന്നു. അപ്പം എനിക്ക് അഭിവാദ്യങ്ങളും വലിയ സ്വീകരണമൊക്കെ ആയിട്ട് ഇനിയിപ്പം അജ്മലിന് വലിയ സ്വീകരണമൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെ നമ്മുടെ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിനെ നല്ല രീതിയിൽ നയിക്കേണ്ട മാധ്യമങ്ങൾ ഇത്തരം രീതിയിൽ പെരുമാറുന്നത് തീരെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ചും കൂടി പക്വമായിട്ട് ചെയ്യണത്. അതായത് ഇപ്പം ഇന്നലെ മന്ത്രി കുട്ടിയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ജീവനക്കാരെ അടിക്കൂല എന്നത് അവരുടെ മാതാപിതാക്കളും വീട്ടുകാരും അവരുടെ ഈ ഒരു അജ്മൽ സഹോദരൻ അടക്കം ഇവരോട് ഉറപ്പ് നൽകിയാൽ മാത്രം നമ്മളതിൻ്റെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ നമുക്ക് ജീവനക്കാർക്ക് ജീവനെ പേടിയുണ്ടാവില്ലേ? നമ്മളൊരു വീട്ടിൽ പോകുന്ന സ്ഥിരമായിട്ട് നമുക്ക് ആക്രമണം നേരിടുന്നത് ആ ഒരു രീതി ശരിയല്ലല്ലോ. അപ്പം നിയമത്തിൻ്റെ വഴിയെ അതൊക്കെ പോട്ടെ, പോലീസ് അത് വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം സംഭവങ്ങളിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, അതൊരു എതിർപക്ഷത്ത് സർക്കാർ ആയതുകൊണ്ട് മാത്രം മാധ്യമങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി ഒന്ന് അവസാനിപ്പിക്കണം എന്നതേ പറയാനുള്ളൂ.